ഫ്രണ്ട്സ്, അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി അല്ലേ, ഹാഫ് എ ഡേ. 9 പാരഗ്രാഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് 10ാമത്തെ പാരഗ്രാഫ് മുതൽ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, അപ്പോൾ 10ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് and this submission brought a sort of contentment. Living beings are drawn to other living beings, and from the first moment my heart made friends with such boys as were to be my friends, and fell in love with such girls as I was to be in love with. Then it seemed to me my misgivings had no basis. Okay, ഇതാണ് 10ാമത്തെ പാരഗ്രാഫ്. അപ്പോൾ നോക്കുക, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കുട്ടി സ്കൂളിൽ പോയ കാര്യം പറഞ്ഞു, അച്ഛൻ്റെ കൈ പിടിച്ച് വന്ന കാര്യം പറഞ്ഞു, സ്കൂളിലേക്ക് വന്നു, കുറച്ച് പേരെ പരിചയപ്പെട്ടു അല്ലേ. യെസ്, ഒരു ടീച്ചറുണ്ട്, അവിടെ സാറന്മാരുണ്ട്, കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അതിന് ശേഷം കുട്ടി പിന്നെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയനായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഈ പാരഗ്രാഫിൽ ഇതാ പറയണേ, വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടന്റ്മെന്റ്. അപ്പോൾ ഇനി ഒരു പരിപാടി നടക്കൂല. എന്താ, സ്കൂളിൽ കൊണ്ടാക്കി ഇനി വീട്ടിലേക്ക് ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്, നമ്മൾ ആ വസ്തുത എന്താണോ ഫാക്റ്റ്, അതിനോട് എന്താ പറയുക, സമർപ്പിക്കപ്പെടുക, സംതൃപ്തിയോടെ ആ ക്ലാസ്സിൽ നിൽക്കുക. ഓക്കെ, ഇതാണ് പറയുന്നത്. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടന്റ്മെന്റ്. ഓക്കെ, പൊരുത്തപ്പെട്ടു എന്ന് തന്നെ പറയാം. എവിടെ? സ്കൂളിലെ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടു. ഓക്കെ, ദെൻ അടുത്ത ലൈൻ നോക്കിയേ. ലിവിങ് ബീങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ് ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ് മൈ ഹാർട്ട് made friends with such boys as were to be my friends. ഇവിടെ പറയുന്നത് എന്താ, ജീവജാലങ്ങൾ മറ്റ് ജീവജാലങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോലെ പറയാണ് അല്ലേ. സാധാരണ അങ്ങനെയാണ്, ജീവജാലങ്ങൾ മറ്റ് ജീവജാലങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് പറയും. അതുപോലെ തന്നെയാണ് അവർ പറയുന്നത്, ലിവിങ് ബീങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ് ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ് മൈ ഹാർട്ട് മേഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വർ ടു ബി മൈ ഫ്രണ്ട്സ്. അപ്പോൾ കുട്ടി വീണ്ടും പറയാണ്, ആദ്യത്തെ സ്കൂളിലെത്തിയ ആദ്യത്തെ ആ മൊമെന്റ്സിലൊക്കെ എൻ്റെ ഹൃദയം എന്താണ്, എനിക്ക് സുഹൃത്തുക്കളാവേണ്ട ആൾക്കാരുണ്ടാവും. നമുക്ക് എല്ലാവരും ഫ്രണ്ട്സ് ആക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എന്തായി, ചങ്ങാത്തം കൂടേണ്ട ആൾക്കാരുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ആൺകുട്ടികളുമായിട്ട് ചങ്ങാത്തം കൂടുകയാണ്. ആൺകുട്ടികളായിട്ടാണ് ഫസ്റ്റ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്തായിരുന്നു, യെസ്, ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. ഓക്കെ, പിന്നെ പറയാണ് എന്താണ്, എനിക്ക് പ്രണയത്തിലാവേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടേണ്ട, സൗഹൃദത്തിലേക്ക് പോകേണ്ട പെൺകുട്ടികളുണ്ടാവും. എല്ലാവരോടും നമുക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സൗഹൃദത്തിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ സ്നേഹിക്കേണ്ട കുറച്ച് പെൺകുട്ടികളുണ്ടായിരുന്നു. അവരോട് സൗഹൃദത്തിലും സ്നേഹത്തിലാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ ഫ്രണ്ട്സായി. പിന്നെന്താണ്, പെൺകുട്ടികളുണ്ട് ഫ്രണ്ട്സ്, ആൺകുട്ടികളുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ സ്കൂളുമായിട്ട് പൊരുത്തപ്പെട്ടപ്പോൾ കുട്ടിക്ക് മനസ്സിലായി എൻ്റെ സംശയങ്ങളൊന്നും അടിസ്ഥാനമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ദെൻ ഇറ്റ് സീം ടു മീ മൈ മിസ്ഗിവിങ്സ് ഹാഡ് നോ ബേസിസ് എന്നാ പറഞ്ഞത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു കുട്ടിക്ക് സ്കൂളിൽ വരുന്നവരെ. പക്ഷേ സ്കൂളിലെത്തിയ പിന്നെ ഈ സിറ്റുവേഷനൊക്കെ എല്ലാ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സെറ്റായ പിന്നെ ഇതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് കുട്ടിക്ക് തോന്നി. ഇതാണ് 10th പാരഗ്രാഫ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അടുത്ത പാരഗ്രാഫ് ഇങ്ങനെയാണ്. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്, സ്വിങ്സ്, ദ വാൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്. In the music room, we chanted our first song. We also had our first introduction to language. We saw a globe of the earth which revolved and showed the various continents and countries. We started learning the numbers. We ate delicious food, took a little nap, and woke up to go on with friendship and love, play and learning. Okay, ഇതാണ് നമ്മുടെ 11th പാരഗ്രാഫ്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് നോക്കുക ഒന്നുകൂടി. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് ദ സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. ഈ കുട്ടി വരുന്നവരെ, സ്കൂൾ എത്തുന്നവരെ ഇത്തരത്തിലുള്ള റിച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവുന്നു. സ്കൂൾ ഇത്രയും എന്താണ് വെറൈറ്റി മീൻസ് എന്തുകൊണ്ടാണ്, എന്തൊക്കെ ഉദ്ദേശം ഉണ്ടാവുക? നമ്മൾ തൊട്ടുമ്പോൾ സൗഹൃദങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും റിച്ച് വെറൈറ്റീസ് ഒന്നും ഉണ്ടാവുമെന്ന് കുട്ടി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഓക്കെ, നോക്കുക. വി പ്ലേഡ് ഓൾ സോർട്ട് ഓഫ് ഗെയിംസ്. വി പ്ലേഡ് സോർട്സ് ഓഫ് ഗെയിംസ് എന്ന് പറയുന്നത് ഒരുപാട് ഗെയിംസ് ഉണ്ട്. സ്വിങ്സ് ഉണ്ട്, ദ വാൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്, ബോൾ കൊണ്ട് കളിക്കും, ഊഞ്ഞാലുണ്ട്. ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ ആടുന്ന കുതിരയൊക്കെ കണ്ടിട്ടില്ലേ, കുതിരയൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് അതൊക്കെ നല്ല ഇഷ്ടമായി. ഓക്കെ, പിന്നെ നോക്കി അടുത്ത ലൈൻ. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്.
അപ്പോൾ മ്യൂസിക് റൂമിൽ അവർ ആദ്യത്തെ സോങ് ഒക്കെ പാടി. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. കുട്ടികളൊക്കെ പാട്ടെല്ലാം പാടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ അല്ലേ? യെസ്. ദെൻ വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ ലാംഗ്വേജ് ഫസ്റ്റ് പിന്നെ എന്താ പറയുക, ആദ്യമായിട്ട് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി തുടങ്ങി. വി സോ എ ഗ്ലോബ് ഓഫ് ദി എർത്ത്. കുട്ടി ആദ്യമായിട്ട് കാണുന്നതാണ് അല്ലേ ഗ്ലോബ്. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ കണ്ട സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ തിരിച്ചു നോക്കിയിട്ടുണ്ടാവും ഓരോ രാജ്യമൊക്കെ, ഇത് ഇന്ത്യ എവിടെയാടാ അത് എവിടെയാന്ന് ഇങ്ങനെ ചോദിച്ച് നമ്മളിങ്ങനെ പരുതൂലേ. അതുപോലെ കുട്ടിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, വി സോ എ globe of the earth which revolved and showed the various continents and countries അല്ലേ. വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്, കോണ്ടിനെൻറ്റ്സ് കണ്ടു, അതുപോലെ തന്നെ വേരിയസ് കൺട്രീസ് കണ്ടു. ഇതൊക്കെ ആ ഗ്ലോബ് ഇങ്ങനെ തിരിച്ചിട്ട് ആ കുട്ടി കണ്ടു എന്ന് പറയുന്നു. ആൻഡ് ദെൻ നോക്കി വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. വി ഐ ഡെലീഷ്യസ് ഫുഡ്. നമ്പറൊക്കെ എണ്ണിത്തിറങ്ങി പഠിച്ചു, എണ്ണാൻ പഠിച്ചു അല്ലേ. യെസ്. പിന്നെ വി ഐ ഡെലീഷ്യസ് ഫുഡ്, നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. took a little nap, ഒന്നും മയങ്ങി. ആൻഡ് woke up to go on with friendship and love, പ്ലേ ആൻഡ് ലേണിംഗ്. ഉറങ്ങി എണീറ്റാലും നമുക്ക് എന്താണ് പിന്നീടും ആദ്യം കൂട്ടുകാരുണ്ട്, കളിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അങ്ങനെ ആ ടൈം കുട്ടി ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. ഇതാണ് 11th പാരഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമ്മളിനി 12th പാരഗ്രാഫ് ശ്രദ്ധിച്ചിരുന്നു. നമുക്കത് വായിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം. ശ്രദ്ധിക്കണേ. ആസ് our path revealed itself to us, however we did not find it as totally sweet and unclouded. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, കുട്ടിക്ക് സ്കൂളിൽ വന്നു, ഫ്രണ്ട്സായി, എല്ലാം കൊണ്ട് പൊരുത്തപ്പെട്ട് സെറ്റായി. പക്ഷേങ്കിൽ എപ്പോഴും അങ്ങനെ ആയിരിക്കുമോ? അല്ല, ഇത് വിചാരിച്ച പോലെ സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. യെസ്, മേഘങ്ങളൊന്നും വിപരീതമാവുക, ഇല്ലെങ്കിൽ എന്താണ് സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞതാ മധുരമുള്ളതായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ എപ്പോഴും സ്കൂൾ മധുരമുള്ളതായിരിക്കുമോ? ഇല്ല. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വഴക്കും തർക്കമൊക്കെ വരുമ്പോൾ ആ മധുരമൊക്കെ പോയി കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും അല്ലേ. യെസ്. എന്നിട്ട് നമുക്ക് സ്കൂളിനോട് ബോറടിക്കും. 2 ദിവസം കഴിഞ്ഞ് ഫ്രണ്ട്സ് ആരെങ്കിലും പിണങ്ങിയാൽ വിഷമം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് വരാം. ഡസ്റ്റ് ലാഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻ സഡൻലി, സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. ഇത് പറയുന്നത് പിന്നെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിക്കാം അല്ലേ. സ്കൂളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവിക്കാറില്ലേ. ചില സമയത്ത് ഫ്രണ്ട്സുമായിട്ട് വഴക്കൂടേണ്ട അവസ്ഥ വന്നിട്ട് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഫ്രണ്ട്സുമായിട്ട് വഴക്കൂടും. ടീച്ചറിൽ നിന്ന് 2 അടി കിട്ടിയാൽ നമുക്ക് എന്താവും, മൂഡ് ഓഫ് ആവും. ഓക്കെ, അതൊക്കെ തൊട്ട് താഴെ പറയുന്നുണ്ടേ, നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, വാച്ച്ഫുൾ ആയിരിക്കണം അല്ലേ. കുറച്ച് പേഷ്യൻ്റ് ഉണ്ടാവണം, ക്ഷമ ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് ക്ഷമയില്ലെങ്കിൽ ചിലപ്പം നമ്മളായിട്ട് തന്നെ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിംഗ് അറൌണ്ട്. റിവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് എ പെയിൻ ആൻഡ് ഹേറ്റഡ് ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ് അല്ലേ. ചില സമയത്ത് നമ്മൾ ശത്രുതകൾ ഉണ്ടാവും, വഴക്കുണ്ടാവും, അതേ ഇവരെ അടിയിലേക്കൊക്കെ വരാം. ഓക്കെ, അപ്പം ഇതൊക്കെ കുട്ടിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് അല്ലേ. നമ്മുടെ സ്കൂൾ ലൈഫിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ 9ാം ക്ലാസ് വരെ എത്തുന്ന സമയത്ത് ആരോടൊക്കെ വഴക്ക് കൂടിയിട്ടുണ്ട്, നമുക്ക് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരും. ഇങ്ങനെ കഥ പറയുമ്പോൾ നമ്മുടെ ലൈഫ് നമുക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ടാവും. ഓക്കെ, ദെൻ ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ. നമ്മുടെ ടീച്ചറെ കാര്യം ചിന്തിക്കുക. ഈ വുമൺ എങ്ങനെയാണ്, വുമൺ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ത്രീ എന്നുകൊണ്ട് ടീച്ചറാണ്. ഓക്കെ, ചില സമയം ചിരിക്കും. ഷി വുഡ് ഓഫൺ സ്കോൾ ആൻഡ് സ്കോൾഡ് അല്ലേ. എല്ലാ സമയം ചിരിച്ചിരിക്കുവോ? ഇല്ല. നമ്മൾ കുരുത്തക്കേട് കളിച്ചാൽ വഴക്ക് പറയും, പഠിച്ചില്ലെങ്കിലൊക്കെ വഴക്കൊക്കെ കിട്ടും. അപ്പോൾ സ്കോൾ ആൻഡ് സ്കോൾഡ്, ടീച്ചർ വഴക്കൊക്കെ പറയും. ഈവൺ മോർ ഫ്രീക്വൻ്റ്ലി ഷി വുഡ് റിസോർട്ട് എ ഫിസിക്കൽ പണിഷ്മെൻറ്റ്. നല്ല കുരുത്തക്കേട, നല്ല അടി കിട്ടും. ഓക്കെ, അതാണ് പറഞ്ഞത്. ഷി വുഡ് റിസോർട്ട് എ ഫിസിക്കൽ പണിഷ്മെൻറ്റ്. സംടൈംസ് നമ്മൾ കുരുത്തക്കേട് കാരണം 2 അടിയും കിട്ടാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ എന്താണ്, ടീച്ചറുടെ ഇടയ്ക്ക് വഴക്ക് പറയും, ചില സമയത്ത് ചിരിക്കും, പിന്നെ നല്ല അടിയും തരുന്ന പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയിട്ടില്ലേ? യെസ്. അപ്പോൾ നമ്മൾ 13ാമത്തെ പാരഗ്രാഫ്. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്. അപ്പോൾ ആ ദിവസം കഴിഞ്ഞു, ബെല്ലൊക്കെ അടിച്ചാൽ നമ്മളെന്താണ് ലാസ്റ്റ് ബെല്ലടിക്കുമ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്തൊരു ഓട്ടം ഉണ്ടല്ലേ. നോക്കിയാൽ മതി. 1ാം ക്ലാസ് മുതൽ ഇപ്പോൾ 9ാം ക്ലാസ് വരെ നമ്മൾ ചില സമയത്ത് തിരക്ക് പിടിച്ചോടും വീട്ടിൽ പോയി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദി ഡേ ആൻഡ് എൻഡ് ഓഫ് ദി വർക്ക്. ആ ദിവസം കഴിയാണ്. അപ്പോൾ ടീച്ചർമാരൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് അവർ പോകാനായി, കുട്ടികളും പോകാനായി. നോക്കുക, ദ ത്രോങ്സ് ഓഫ് ദ ചിൽഡ്രൻ റഷ്ഡ് ടുവാർഡ് ദ ഗേറ്റ്. നമ്മളെ പോലെ തന്നെയാണ്. എന്താണ്, കുട്ടികളുടെ കൂട്ടം എന്താണ് ഒരുമിച്ച് അങ്ങ് എങ്ങോട്ടാ ഓടിയേ, ഗേറ്റിനടുത്തേക്ക് ഓടാണേ. ഓക്കെ, വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ. അത്ര സമയം ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്തു, എല്ലാവരും കരഞ്ഞു പിടിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ വിട്ടു, ഗേറ്റ് തുറന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടുകയാണ്. ഐ ബേഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹേർട്സ് ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ നല്ല ക്ലോസ് ആയ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നമ്മൾ എന്താ പറയുക, എടാ പോട്ടെടാ ടാറ്റ അല്ലേ. പിന്നെ ഫ്രണ്ട്സിനോട് മാത്രമല്ല, നമ്മുടെ സ്വീറ്റ് ഹേർട്സ് ഒക്കെ ഉണ്ടാവും, അവരോടൊക്കെ നമ്മൾ ആ വരെ നാളെ കാണാമെന്നൊക്കെ പറയില്ലേ. യെസ്, അത് തന്നെയാണ്. ഐ ബേഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹേർട്സ് ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. അങ്ങനെ ഗേറ്റ് കടന്ന് ആര് പോവാണ്, നമ്മുടെ ബോയും നടന്ന് വരികയാണ്, പോവാണ്. ഐ പിയേർഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ ഹു ഹാഡ് പ്രോമിസ്ഡ് ടു ബി തേർഡ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് എല്ലായിടത്തേക്കും. ആരെയാണ് നോക്കുന്നത്,
അച്ഛൻ എവിടെ ഉണ്ടോ, പക്ഷേ വരുന്നു പറഞ്ഞ അച്ഛനെ അവിടെ കാണുന്നില്ല. ഇതാണ് നമ്മുടെ 13ാമത്തെ പാരഗ്രാഫ്. യെസ്, അപ്പോൾ നമ്മുടെ 14ാമത്തെ പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചോ. ഐ സ്റ്റെപ്ഡ് aside to wait. When I had waited for a long time without avail, I decided to return home on my own. യെസ്, ഐ സ്റ്റെപ്ഡ് aside to wait. കുറേ സമയമായിട്ട് അച്ഛനെ കാത്തിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, അച്ഛൻ എന്താണ് പറഞ്ഞത്, സ്കൂൾ വിടുമ്പോഴത്തേക്ക് ഞാനിവിടെ എത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് എ വെയിൽ, കുറേ സമയം കാത്തുന്നു പക്ഷെ അച്ഛൻ വന്നിട്ടില്ല. സോ ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. അപ്പോൾ എന്തായി, ഞാൻ ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ്, ഞാൻ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ, ഒരു മധ്യവയസ്കൻ അടുത്തേ കൂടി പാസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. അപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇയാൾ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നല്ല നമ്മൾ തോന്നൂലേ, അതുപോലെ എനിക്ക് മനസ്സിലായി. ഹി കെയിം ടുവാർഡ് മീ സ്മൈലിംഗ് ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ്. അപ്പോൾ വന്ന് ഒന്ന് കൈയൊക്കെ ഷെയ്ക്കാൻ്റെ കൊടുക്കുകയാണ്, സെയിം. എന്നിട്ടൊന്ന് പറയാണ്, ഇറ്റ്സ് ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു, അല്ലേ കുറേ കാലമായി നമ്മൾ കണ്ടിട്ടല്ലേ, എന്തുണ്ട് സുഖാണോ എന്നാണ് ചോദിച്ചത്. ഇറ്റ്സ് ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു. ദെൻ വിത്ത് എ നോട്ട് ഓഫ് മൈ ഹെഡ് ഐ എഗ്രീഡ് വിത്ത് ഹിം ഇൻ ടേൺ ആസ്ക് ആൻഡ് യു, ഹൗ ആർ യു. പക്ഷേ ആൾക്ക് ശരിക്കും ആളെ മനസ്സിലായിട്ട് ഞാൻ എന്ത് ചെയ്തു, തലയിലാട്ടിയിട്ട് അവനോട് സംഭവിച്ചു യെസ്. എന്നിട്ട് പറഞ്ഞ എന്താണ്, യാ ഹൗ ആർ യു, നിങ്ങൾക്ക് എന്താണ് സുഖല്ലേ എന്ന് ചോദിച്ചു. ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. നമ്മൾ പറയില്ലേ ദൈവത്തിൻ്റെ കൃപ പോലെ ഇങ്ങനെ പോന്നപ്പാ അല്ലേ, അങ്ങനല്ലേ പറയാ. ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയിലും കൊണ്ട് ഇങ്ങനെ പോകുന്നു. യെസ്, ഇങ്ങനെ ഒരു മറുപടിയാണ് അയാൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 14ാമത്തെ പാരഗ്രാഫ്. അപ്പോൾ നമുക്ക് 15ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ, വായിക്കാം അല്ലേ. Again he shook me by the hand and went off. I proceeded a few steps, then came to a startled halt. ഓക്കെ, ഇതാണ് ആദ്യത്തെ 2 വരികൾ. ഒന്ന് ശ്രദ്ധിക്കുക. എഗെയിൻ ഹി ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്. തൊട്ട് പാരഗ്രാഫിൽ, മുമ്പത്തെ പാരഗ്രാഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഒരാൾ പരിചയപ്പെട്ടില്ലേ, നമ്മൾ കുറേ കാലമായിട്ട് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ആ സംസാരത്തിന് ശേഷം ഒന്ന് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് അയാൾ പോവാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ബോയ് യാത്ര തുടരാണ്. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ കെയിം ടു എ സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്. പെട്ടെന്ന് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റക്കായി, ഒന്ന് പേടിച്ച പോലെ ഒന്ന് സ്റ്റക്കായിട്ട് മുഴുവൻ നോക്കുകയാണ്. ഗുഡ് ലോഡ്, where was the street lined with gardens? അപ്പോൾ അങ്ങോട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വിവരിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗാർഡനെ കുറിച്ചൊക്കെ. പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഗാർഡൻ ഇല്ല. ഓക്കെ, where was the street lined with gardens? അത്ഭുതത്തോടെ നോക്കുകയാണ്, എവിടെയാണ് ആ ഗാർഡനൊക്കെ, കാണുന്നില്ല. ഓക്കെ, where had it disappeared to? എങ്ങോട്ട് അതൊക്കെ ഇല്ലാണ്ടായിപ്പോയേ, ഇങ്ങനെ തോന്നുകയാണ്. ഓക്കെ, then when did all these vehicles invade it? അപ്പോൾ അവിടെയുണ്ട് ഒരുപാട് വെഹിക്കിൾസ് ഒക്കെ. പോകുമ്പോൾ കുട്ടി വെഹിക്കിൾസിനെ കുറിച്ചൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ മുഴുവൻ വാഹനങ്ങളാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ സ്ഥാനം കൈയടക്കിയേ, അല്ല ഇങ്ങോട്ട് കയറി വന്നേ എന്ന് നോക്കുകയാണ്. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ഇറ്റ് സർഫേസ്? അപ്പോൾ അവിടെ കുറേ ആൾക്കാരുടെ കൂട്ടം, കുറേ ആൾക്കാരൊക്കെ എന്താണ് വന്ന് അവിടെ താമസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ആളാണ് കുട്ടി തിരിച്ച് നടന്നു വരുന്ന സമയത്ത്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ അത് ഓർക്കണേ. ഓക്കെ, ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റിഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്? അപ്പോൾ പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് മനസ്സിൽ, ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റിഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹിൽസ് ഓഫ് റിഫ്യൂസ് മീൻസ് മാലിന്യ കൂമ്പാരാണ്. അപ്പോൾ ഈ റോഡിൻ്റെ ഇരുവശത്തും അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിയുടെ ഇരുവശത്തും ഫുൾ മാലിന്യത്തിൻ്റെ മലകളാണ്. ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നേ? ആൻഡ് വേർ the fields that bordered it? പിന്നെ ചോദിക്കുകയാണ്, ആൻഡ് were the fields that bordered it? പോകുന്ന സമയത്ത് അതിൻ്റെ അതിലൊക്കെ നല്ല പാടമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പോയി ഇങ്ങനെ എല്ലാം കാണുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത പാരഗ്രാഫിലേക്കാണ് പോകേണ്ടത്. ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് 16ാമത്തെ പാരഗ്രാഫാണ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടെ പാരഗ്രാഫ് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 16ാമത്തെ പാരഗ്രാഫ് നോക്കാം. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷുക്ക് ദ എയർ. അപ്പോൾ പറയാം അവിടെ ടൗണിൽ വലിയ ബിൽഡിങ്സൊക്കെ വന്നിട്ടുണ്ട്, ഹൈ ബിൽഡിങ്സൊക്കെ അവിടെ വന്നിട്ടുണ്ട് സ്ട്രീറ്റിൽ. ഓക്കെ, ആൻഡ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷുക്ക് ദ എയർ. ഒരുപാട് കുട്ടികളുണ്ട്,
പിന്നെന്താണ് പ്രത്യേകതര ശബ്ദങ്ങളും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്നാണ് പറയുന്നത്. പോകുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണേ. ഓക്കെ, സ്കൂളിലേക്ക് പോകുന്നതല്ല തിരിച്ചു വരുമ്പം കാണുന്നത്. ഓക്കെ, ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. അതാണ് ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. അപ്പോൾ ഒരു ബാൻഡ് പോകുന്നുണ്ട്, ഒരു ട്രൂപ്പാണ്, ട്രൂപ്പിൻ്റെ ബാൻഡ് എന്താണ് ഒരു സർക്കസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റുമായിട്ട് ഒരു ബാൻഡ് പോകുന്നുണ്ട്. അതിന് മുമ്പിൽ ക്ലോൺസ് ഉണ്ട്, വെയ്റ്റ് ലിഫ്റ്റേഴ്സ് ഒക്കെ അതിൻ്റെ മുന്നിൽ നടന്നു പോകുന്നുണ്ട്. പിന്നെയോ അതിൻ്റെ പിന്നിൽ എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിങ് എ സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു ട്രക്ക് പോകുന്നുണ്ട്, എല്ലാ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്തിട്ടായിരിക്കും അതിൻ്റെ പുറകെ പോകുന്നുണ്ടാവുക. അപ്പോൾ അതെന്താണ് മജസ്റ്റിക്കലി രാജകീയമായിട്ട് ഇതിൻ്റെ പുറകെ അനുഗമിച്ച് പോകുന്നുണ്ട്. ഇതൊക്കെയാണ് 16ാമത്തെ പാരഗ്രാഫിൽ കുട്ടി കാണുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 17ാമത്തെ പാരഗ്രാഫാണ്. ശ്രദ്ധിച്ച് കേട്ട് നമുക്ക് 18ാമത്തെ പാരഗ്രാഫ് കൂടി ചെയ്താൽ പാഠം കംപ്ലീറ്റ് ആയി. ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, കഥയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കൂലേ? ഓക്കെ, നോക്കിക്കോ. ദ സൈറൺ ഓഫ് എ ഫയർ എഞ്ചിൻ shrieked and it was not clear how the vehicle would cleave its way to reach the blazing fire. അപ്പോൾ അവിടെ ഒരു ഫയർ എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സ്ട്രീക്ഡ് മീൻസ് നിലവിളിക്കുക എന്നാണ് പറയുക. സാധാരണ നമ്മൾ മലയാളത്തിൽ നിലവിളിക്കുക, ആർത്തനാന്നൊക്കെ പറയും. അപ്പോൾ ആ നിലവിളി ശബ്ദം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫയർ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ ഇട്ടിട്ട് ഈ ഫയർ എഞ്ചിൻ വരികയാണ്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിങ് ഫയർ. പക്ഷേ കുട്ടി ഇങ്ങനെ സംശയിക്കുക, എങ്ങനെയാണ് ഈ വെഹിക്കിളിൻ്റെ ഇടയിലൊക്കെ ക്ലീവ്, പിന്നെന്താ പറയുക, വിടർത്തി ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കി ഇതിനിടയിലൂടെ ഇങ്ങനെ ഈ വണ്ടി ഒന്ന് വകഞ്ഞു മാറിയിട്ട് ഈ കത്തുന്നിടത്തേക്ക് എത്തുക അല്ലേ? യെസ്, അതൊരു സംശയമാണ്. പക്ഷെ ആൻഡ് അത്രയും പറഞ്ഞതിന് ശേഷം പറയാണ്, എ ബാറ്റിൽ റാഗ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ് കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് നോ വൺ ആൻസേർഡ്. അതേ സമയത്ത് അവിടെ ഒരു ടാക്സി ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ പാസഞ്ചറും തമ്മിൽ നല്ല വഴക്കാണ്. ഈ വഴക്കിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് അടുത്തുണ്ട്. വൈഫ് എന്ത് ചെയ്യാണ്, ഇനി അടിയിൽ പിടിയിലൊന്നും ഇടപെടുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാണ്, ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. എന്താണ് അല്ലേ, നോക്കിയേ, ദ പാസഞ്ചേഴ്സ് വൈഫ് കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ് ബട്ട് ആൻഡ് നോ വൺ ആൻസേർഡ്. ആരെങ്കിലും മറുപടി കൊടുത്താൽ ഇല്ല, ആരും തന്നെ മറുപടി കൊടുക്കുന്നില്ല. ഓക്കെ, ഇതാണ് പാരഗ്രാഫേ, സോറി അത് ആ വരിയെ. ഓക്കെ, ദെൻ ഗുഡ് ഗോഡ് ഐ വാസ് ഇൻ എ ഡേയ്സ് മൈ ഹെഡ് സ്പൺ. എൻ്റെ ദൈവം എന്തല്ലേ ഇതെന്താ സംഭവിക്കുന്നത്, എനിക്ക് തല കറങ്ങുന്ന പോലെ ആവുന്നു എന്നുള്ള രീതി പറയാണ്. എന്താ എനിക്കൊന്നും തിരിയുന്നില്ല, എന്ത് ഐ ഓൾമോസ്റ്റ് വെൻ ക്രേസി, ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ എ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് എ സൺസെറ്റ്. ഇതെങ്ങനെ ഇതെല്ലാം ഒരു ഹാഫ് എ ഡേയിൽ സംഭവിക്കുക? ഇത് പറഞ്ഞാൽ രാവിലെ മുതൽ, അതായത് പുലർച്ചെ മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയത്തിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങളോ? കുട്ടി സ്കൂളിൽ പോയത് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് ആലോചിക്കുകയാണ്. ഓക്കെ, ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. ഇനി എവിടെയാണ് ഞാൻ എന്നെ കൊണ്ടാക്കിയത് അച്ഛനാണ്, വീട്ടിൽ പോയിട്ട് അച്ഛനിൽ നിന്ന് തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ചിന്തിക്കുകയാണ്. ബട്ട് വേർ വാസ് മൈ ഹോം? അയ്യോ, എൻ്റെ വീട് എവിടെയാ അല്ലേ? യെസ്, എവിടെയായിരുന്നു എൻ്റെ വീട്? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോഡ്സ് ഓഫ് പീപ്പിൾ. എനിക്കാകെ കാണാൻ പറ്റുന്നത് എന്താ, വലിയ ബിൽഡിങ്സ് ഉണ്ട്, ഒരുപാട് ജനങ്ങളുടെ കൂട്ടമുണ്ട്. എൻ്റെ വീട് എവിടെയായിരുന്നു എന്നാണ് കുട്ടി ചോദിക്കുന്നത്. ഓക്കെ, ആ പാരഗ്രാഫ് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് 18ാമത്തെ പാരഗ്രാഫാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഷോർട്ട് സ്റ്റോറി കഴിഞ്ഞു. പിന്നെ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പം ശ്രദ്ധിച്ചിരിക്കട്ടെ. ഓക്കെ, നമുക്ക് 18ാമത്തെ പാരഗ്രാഫ് പറയാം. I hastened on the crossroads between the gardens and Abugoda. I had to cross Abugoda to reach my house. അപ്പോൾ എന്താണ്, ഇപ്പോൾ ധൃതിയായി, ഇപ്പോൾ റോഡിലൊക്കെ ബ്ലോക്കാണ്, വാഹനമാണ്, ശല്യമാണ്, ശബ്ദമാണല്ലേ. അപ്പോൾ ഐ ഹേസ്റ്റൻഡ് ഓൺ ദ റോഡ്സ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബുഗോഡ. അപ്പോൾ ധൃതി പിടിച്ചിട്ട് ഈ അബുഗോഡയുടെയും ഗാർഡൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എന്താണ്, റോഡ് ക്രോസ് ചെയ്യണത്. ഐ ഹാഡ് ടു ക്രോസ് അബുഗോഡ ടു റീച്ച് മൈ ഹൗസ്. എനിക്ക് അബുഗോഡ ക്രോസ് ചെയ്താലേ എവിടെ എത്തൂ, വീട്ടിലെത്തുള്ളൂ. ഈ അബുഗോഡ എന്ന് പറയുന്നത് സ്ട്രീറ്റ് ആണ്, താഴെ കൊടുത്തിട്ടുണ്ട്, അത് നെയിം ഓഫ് എ സ്ട്രീറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. അബുഗോഡ ഒരു സ്ട്രീറ്റ് നെയിമാണ്. അപ്പോൾ ഈ അബുഗോഡ ക്രോസ് ചെയ്താൽ മാത്രമാണ് എന്താവുക, നമുക്ക് ഈ നമ്മുടെ ബോയ്ക്ക് എന്ത് ചെയ്യുക, വീട്ടിലെത്താൻ പറ്റുക. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് ലെറ്റ് അപ്പ്. അപ്പോൾ ഒരു കാറിൻ്റെ നീണ്ട നിര തന്നെ അവിടെയുണ്ട്, അതുകൊണ്ട് ക്രോസ് ചെയ്യൽ സിമ്പിൾ അല്ല. ഓക്കെ, അതാണ് പറയുന്നത്. ദ ഫയർ എഞ്ചിൻ സൈറൺ വാസ് സ്ട്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് snail's pace and I said to myself, let fire take its pleasure in what it consumes. Extremely irritated, I wondered when I would be able to cross. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റാത്ത ടെൻഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുന്ന് ഫയർ എഞ്ചിൻ എന്താണ് ഭയങ്കരമായിട്ട് സൈറൺ മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫയർ എഞ്ചിൻ സൈറൺ വാസ് സ്ട്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് സ്ട്രേറ്റ്സ്. നേരത്തെ തുടങ്ങിയതാണ് ഈ വണ്ടി വരുന്നതല്ലേ, പക്ഷേ ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ ഇടയിലൂടെ ഇഴഞ്ഞ് നീങ്ങി പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി പറയാണ്, ലെറ്റ് ദ ഫയർ ടേക്ക് ഇസ് പ്ലഷർ
ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ് എക്സ്ട്രീംലി ഇറിറ്റേറ്റ്. ഫയറിൻ്റെ ജോലി എന്താ? അതിന് വേണ്ടതൊക്കെ കത്തിച്ച് തീർക്കുക. അതങ്ങ് തീരട്ടോ, അതെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് ആര് ചിന്തിക്കുകയാണ്? നമ്മുടെ ബോയ് ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിരാശയാണ്. ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല, സൈറൻ്റെ ശബ്ദം, അതിനിടയിൽ പിന്നെന്താ പറയുക, പുറത്തുള്ള വേറെ നോയ്സസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ഓക്കെ, ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം അണ്ടിൽ ദ യങ് ലാഡ് എംപ്ലോയിഡ് അറ്റ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. അത്രയും സമയം ഞാനിങ്ങനെ നിന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു യങ് ലാഡാണ്, ഒരു ആൺകുട്ടി വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ പിന്നെ നമ്മുടെ ഈ പിന്നെ ക്രോസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ബോയുടെ അടുത്ത് വന്നിട്ട് എന്താ പറയുന്നത്? ഓക്കെ, അപ്പം ശ്രദ്ധിച്ചേ. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗാലൻലി, ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. ഈ വരി വായിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ തോന്നും. എന്താണ്? ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗാലൻലി. ഈ വന്ന കുട്ടി, ആൺകുട്ടി കൈ നീട്ടി അല്ലേ? ആരോട്? ഇവിടെ നിൽക്കുന്ന ആളോട്. അതായത് നമ്മുടെ ബോയ് ആയിരുന്നു നമ്മുടെ മനസ്സിൽ അത്രയും സമയം. പക്ഷേ കുട്ടി ചോദിച്ചു നോക്കിയേ, ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യു അക്രോസ് എന്നാണ് ചോദിക്കുന്നത്. എന്താ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? ഒന്നുകൂടി നോക്കുക. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗാലൻലി. ഈ കുട്ടി കൈ നീട്ടുന്നു, വളരെ ഊർജ്ജസ്വലനായിട്ട്. ഏതാണ്? ഈ മുത്തച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വന്നു എന്നാണ് പറയുന്നത്. ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. മുത്തച്ഛ, എന്താണ്, ഞാൻ നിങ്ങളെ അപ്പുറത്തേക്ക് റോഡ് ഇറത്തി തരട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മുടെ മനസ്സിലുണ്ടായ കുട്ടി അല്ല, ഇത് ഈ സമയം വരെ നമ്മുടെ സ്കൂൾ വിട്ടു വരുന്നൊരു കുട്ടിയാണ്. പക്ഷെ ഇപ്പോഴെന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒരു മുത്തച്ഛനാണ് അവിടെയുള്ളത്. എന്താ സംഭവിച്ചേ അല്ലേ? അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി മനസ്സിരുത്തി അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് പാരഗ്രാഫ് ഓടിച്ച് വായിച്ചേ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവിച്ചതെന്ന്. പാരഗ്രാഫ് വായിച്ചിട്ടില്ലല്ലോ അല്ലേ? നമുക്ക് അത് മൊത്തം ഒന്നുകൂടി മനസ്സിൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ആ സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ കണ്ട കുട്ടി ഓക്കെ പിന്നീട് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കൊരു മുത്തച്ഛനായിട്ടുണ്ട്. അപ്പോൾ എന്താണ് കഥാകാരൻ, അതായത് നമ്മുടെ ഓദർ നമ്മളോട് പറഞ്ഞത്? ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ, മനുഷ്യ ജീവിതത്തിൻ്റെ 3 സ്റ്റേജസ് ആണ്. ദ ഏജ് ഓഫ് ഇന്നസെൻസ്, ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ആൻഡ് ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്. അല്ലേ? ആ കുട്ടിയുടെ നിഷ്കളങ്കത കണ്ടു, വളരുന്ന സാഹചര്യം കണ്ടു, പഠനം കണ്ടു, അവസാനം മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരുന്ന സിറ്റുവേഷൻ വരെയുള്ള കാര്യങ്ങൾ ഈ ചെറിയ കഥയിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതാണ് പിന്നെ നമ്മുടെ ഓദർ നാഗ്യു മൗഫൂസ് നമ്മൾക്ക് പറഞ്ഞു തന്ന, അല്ലെങ്കിൽ നമുക്ക് തന്ന ഷോർട്ട് സ്റ്റോറി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറേ ഐഡിയാസൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞും പിന്നെ എഴുതിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് ഞങ്ങൾ തരും. അപ്പോൾ പിന്നെ മറക്കണ്ട, നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.